ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം തക്കാളിയെ പറ്റിയാണ്. ഇത് കണ്ടോ, എൻ്റെ തക്കാളി കുഞ്ഞുങ്ങളൊക്കെ വിളവെടുക്കാൻ പരുവമായിട്ട് വരുന്നതായിട്ടില്ല. കുറച്ചും കൂടെ നിർത്തി ഞാൻ പഴുപ്പിക്കാറുണ്ട്. ഇത് കണ്ടോ, നല്ല വലുപ്പത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി 1-2 ടിപ്പുകൾ, ഇതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന പല വീഡിയോകളും ഉണ്ട്. ഇതിനകത്ത് ചെറിയ 1-2 കാര്യങ്ങളാണ് പറയുന്നത്. തക്കാളി ചെടി വളർന്നു വരുമ്പോൾ തൊട്ടേ ഇതേണ്ട കണ്ടോ, ഞാനിവിടെ ഇലകൾ കട്ട് ചെയ്തിട്ടുള്ളത് കണ്ടോ, ഇതുപോലെ ഉണങ്ങി വരുന്ന ഇലകൾ ഈ തണ്ടിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ ചെടി നല്ല ആരോഗ്യത്തോടെ വരും കേട്ടോ. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയുക. അന്നേരം ചെടി നല്ല ഉഷാറായിട്ട് കിട്ടുകയും ചെയ്യും. കീടശല്യങ്ങൾ കുറഞ്ഞു നിൽക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. രണ്ടാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിങ്ങനെ കരുത്തോടെ വളർന്നു വരുന്ന ചെടിയുടെ ഇടയിൽ തന്നെ ഇങ്ങനെ ചെറിയ ശാഖകൾ വരും. ഇതിനെ സക്കറ എന്നാണ് പറയുന്നത്. ഈ സക്കറ നമ്മൾ നിർബന്ധമായിട്ട് നുള്ളിക്കളയണം. ഇതിന് വലിയ ആരോഗ്യമില്ല, ഇതിനകത്ത് കാ പിടിക്കത്തുമില്ല. അപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന വെള്ളവും വളവും കൂടെ ഇതിനും കൂടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എടുക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി ഇതിനെ നുള്ളിക്കളയാം. എന്നിട്ട് നമുക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും. പിന്നെ മിക്ക ആളുകളുടെ ഒരു പ്രശ്നമാണ് ഈ ചൂട് സമയത്ത് പൂക്കൾ നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളൊരു കാര്യമേ. ഫിഷ് അമിനോ ആസിഡാണ് ഞാൻ കൊടുക്കുന്നത്. ഫിഷ് അമിനോ ആസിഡ് 2 ml 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. പൂക്കളിൽ കൊടുക്കത്തില്ല, ഇലകളിലും തണ്ടുകളിലും വീഴുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. നല്ല റിസൾട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തക്കാളിക്കായുടെ താഴ്ഭാഗം കറുത്തു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് അങ്ങനെ വരുന്നതല്ല. ഇത് എപ്പോഴോ ഒരു ഈച്ച കുത്തിയിട്ട് കേടായി പോയിട്ടില്ല, നമ്മളതിനെ സംരക്ഷിച്ചെടുത്തു. അപ്പം അങ്ങനെ വരുന്നത്, ഇതിൻ്റെ ചോട്ടിൽ കറുത്ത രീതിയിൽ വരുന്നത് ബോൾസം എൻഡ് റൂട്ട് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അതിൻ്റെ കാരണം കാൽസ്യത്തിൻ്റെ കുറവാണ്. തക്കാളി ചെടിക്ക് നല്ല രീതിയിൽ കാൽസ്യം വേണം. അതുകൊണ്ട് തന്നെ ഒരു 1.5 മാസം കൂടുമ്പോഴെങ്കിലും ഓരോ സ്പൂൺ ഡോളോമേറ്റ് ഓരോ തക്കാളിയുടെയും ചുവട്ടിൽ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മാറുകയും ചെയ്യും. മണ്ണിൻ്റെ പുളിപ്പെല്ലാം ന്യൂട്രലായിട്ട് ചെടിയെ വളർത്തിക്കൊണ്ട് വരുന്നതിനും പിന്നെ നമ്മൾ പിന്നീട് കൊടുക്കുന്ന വളങ്ങൾ നല്ല രീതിയിൽ ചെടിക്ക് പിടിച്ചെടുക്കുന്നതിനും സഹായിക്കുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ അത് കണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോളോമേറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്ന കാര്യം പറയും. അങ്ങനെ കായ്കൾക്ക് അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ കാൽസ്യം നൈട്രേറ്റ് 2 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അങ്ങനെ അഴുക്കായിട്ടുള്ള കായ്കൾ ആദ്യം കട്ട് ചെയ്ത് കളയുക. പിന്നീട് വരുന്ന കായ്കൾ നല്ല രീതിയിൽ കിട്ടാനായിട്ട് അത് സഹായിക്കും. ഇങ്ങനെ 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ഏത് സമയത്തും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റുമേ. അതുപോലെ നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ എല്ലാത്തരം പച്ചക്കറി വിത്തുകളും ലഭ്യമാണ്. സീസൺ അനുസരിച്ചുള്ള പച്ചക്കറി വിത്തുകൾ ലഭ്യമാണ്. അപ്പം വാട്സാപ്പിൽ കയറി മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.